ശ്രീനഗറിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശങ്കരാചാര്യ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. താഴ്വരയുടെ അടിത്തട്ടിൽ നിന്ന് ഏകദേശം 1000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശ്രീനഗർ നഗരത്തിന് അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 240ഓളം പടിക്കെട്ടുകൾ കയറി വേണം നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാനായി. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും പഴക്കവും കണക്കിലെടുത്ത് ഇന്ന് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമാണ്. 19-ാം നൂറ്റാണ്ട് മുതൽ ധർമാർത്ഥ ട്രസ്റ്റാണ് ക്ഷേത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ചരിത്രപരമായും പരമ്പരാഗതമായും കാശ്മീരിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിനകത്ത് വീഡിയോഗ്രഫി അനുവദിക്കുന്നതല്ല. ശങ്കരാചാര്യ കുന്നിലെ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശം കൽഹണയിൽ നിന്നുമുള്ളതാണ്. ശ്രീനഗർ നഗരത്തിൻ്റെ മനോഹരമായ 360 ഡിഗ്രി കാഴ്ച ഈ ക്ഷേത്രത്തിന് മുകളിൽ നിന്നും നമുക്ക് ലഭിക്കും. ദൂരെ ദാൽ തടാകത്തിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഹൗസ് ബോട്ടുകളും അതിലൂടെ നീങ്ങുന്ന ശിക്കാര വള്ളങ്ങളും അതോടൊപ്പം നഗരത്തിലെ കെട്ടിടങ്ങളുമെല്ലാം നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നതാണ്. അടുക്കടുക്കായി കാണുന്ന കെട്ടിടങ്ങളും അതിനോട് ചേർന്ന് ഒഴുകുന്ന നദിയും നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായി കാണുവാൻ സാധിക്കും. എന്നാൽ മിക്ക സമയങ്ങളിലും താഴ്വര കോടമഞ്ഞ് മൂടിയിരിക്കുന്നതിനാൽ പകൽ സമയങ്ങളിൽ പോലും കാഴ്ചപരിധി കുറവായിരിക്കും. ഒരു ഭാഗത്ത് നിരനിരയായി അടുക്കിയുള്ള കെട്ടിടങ്ങളും മറുവശത്ത് ദാൽ തടാകവുമാണ് ഈ കുന്നിൻ മുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും ശ്രീനഗറിൽ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾ എല്ലാവരും തന്നെ ഈ ക്ഷേത്രം സന്ദർശിക്കുക പതിവാണ്. സീസൺ സമയം അല്ലാത്തതിനാൽ തിരക്ക് വളരെ കുറവായാണ് കാണപ്പെടുന്നത്. ക്ഷേത്രത്തിന് താഴ്ഭാഗത്തായി വിശാലമായ ദാൽ തടാകവും അതിൽ താമസ വീടുകളടക്കം ഹൗസ് ബോട്ടുകളും ഒഴുകി നീങ്ങുന്ന ശിക്കാര വള്ളങ്ങളും കാണുവാൻ സാധിക്കും. കാശ്മീരിൽ എത്തുന്ന സഞ്ചാരികളുടെ മനസ്സിനെ ആകർഷിക്കത്തക്ക രീതിയിൽ വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ കുന്നിൻ മുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. പുരാണ ഗ്രന്ഥമായ കൽഹണയിൽ ഗോപാദ്രി എന്നാണ് ഈ കുന്ന് രേഖപ്പെടുത്തി കാണുന്നത്. ആദിശങ്കരൻ AD 8-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നുവെന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രമെന്നും ഹിന്ദു മതവിശ്വാസികൾ ദൃഢമായി വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിനും കുന്നിനും ശങ്കരാചാര്യ എന്ന പേര് ലഭിച്ചത് ഇങ്ങനെയാണ്. ഒരു ഉറച്ച പാറയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 20 അടി ഉയരമുള്ള അഷ്ടഭുജാകൃതിയിലുള്ള അടിത്തറ ചതുരാകൃതിയിലുള്ള ക്ഷേത്രത്തെ പിന്താങ്ങുന്നു. അഷ്ടഭുജാകൃതിയിലുള്ള ഓരോ വശവും 15
അടിയാണ്. ദോഗ്ര രാജാക്കന്മാരുടെ ഭരണകാലത്ത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ തകർന്ന നിലയിലുള്ള ശിവലിംഗത്തിന് പകരം കരിങ്കല്ലിൽ നിർമ്മിച്ച പുതിയ ശിവലിംഗം സ്ഥാപിച്ചു. അതിനുശേഷമാണ് ക്ഷേത്രത്തിൽ പൂജാ ചടങ്ങുകൾ ആരംഭിച്ചത്. 1846 മഹാരാജ ഗുലാബ് സിംഗ് സ്ഥാപിച്ച ധർമാർത്ഥ ട്രസ്റ്റാണ് ക്ഷേത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കാശ്മീരിൽ എത്തിച്ചേരുന്ന സഞ്ചാരികൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമായി നിലവിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. Bini